الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനികളെ, ഉസ്താദ് MT അബൂബക്കർ ദാരിമി അവരുടെ ആദർശ പ്രഭാഷണം കേട്ടു. അൽഹംദുലില്ലാഹ്, ഏകദേശം വിഷയങ്ങളിലൂടെയും ഹ്രസ്വമായിട്ടാണെങ്കിലും വ്യക്തമായിട്ട് ഒരു പര്യവേഷണം നടത്തി. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചു. അല്ലാഹു ഉസ്താദിന് അർഹമായ പ്രതിഫലം നൽകട്ടെ, ആഫിയത്തോടെയുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായി നൽകട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചു ദിവസം മുമ്പ് സുന്നത്ത് ജമാഅത്ത് എന്നുള്ള വിഷയത്തിൽ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ ഞാൻ അവസാനം എത്തി നിൽക്കുന്ന പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുജാഹിദുകൾ മൊത്തത്തിലൊന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തത് മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന രീതിശാസ്ത്രം 100% അപ്രായോഗികമാണ്. അവരാ പറയുന്ന കാര്യം ഒരു മുജാഹിദിന് പോലും പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയില്ല. അതുപോലെ അവര് വളരെ വൈരുദ്ധ്യത്തിന്റെ വക്താക്കളാണ്. അതൊക്കെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കാരോടും അവരോട് ചോദിച്ചാൽ അവർക്ക് യാതൊരു മറുപടിയും പറയാനില്ലാത്ത വിഷയങ്ങളാണ്. പിന്നീട് ഞാൻ സംസാരിച്ചിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ചില സാധാരണക്കാരെ പറ്റിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിലുണ്ടോ, ഖുർആനിൽ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുക. ഖുർആന്റെ ശൈലി മനസ്സിലാകാത്ത സാധാരണക്കാരായ മുജാഹിദുകളും പാവപ്പെട്ട ചില സുന്നികളൊക്കെ അതിൽ വഞ്ചിതരായി പോകാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ഖുർആന്റെ ശൈലിയും ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഖുർആനിൽ എങ്ങനെയാണ് വിഷയങ്ങൾ പറയുക എന്ന് അവരെ ചുരുങ്ങിയ രൂപത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും നമ്മൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാൻ വളരെ അടിവരയിട്ട് പറഞ്ഞൊരു വിഷയമായിരുന്നു, എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മുജാഹിദുകൾ, അതുപോലെ മുജാഹിദ് മൗലവിമാര്, ചില അത് കേട്ടിട്ട് അതുപോലെ കൂടുതൽ പഠിക്കാത്ത സുന്നി പാവങ്ങളായ സുന്നി പ്രവർത്തകര്, എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ, ഈ ഒരു വിഷയം പ്രവർത്തിക്കണമെങ്കിൽ എല്ലാ ഇമാമിങ്ങളും കൂടി അത് പറയണം എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മിക്ക ചോദ്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. MS ഓർത്തോ ചോദിക്കുന്നത് മുഖാമുഖം ആണോന്നാണ്. എന്തുമാവാം. അപ്പോ പറഞ്ഞു വന്നത്, വിഷയം നേരെ തിരിച്ചാണ്. ശരിക്കും ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ ഇമാമിങ്ങൾ ആരെങ്കിലും അത് വ്യക്തമാക്കിയാൽ മതി. ഉദാഹരണത്തിന്, ലോകത്ത് ഒരു തർക്കവുമില്ലാത്തൊരു വിഷയമാണ്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അഥവാ ഗവേഷണത്തിന് കഴിവില്ലാത്ത ഒരാള് ഒരു യോഗ്യനായ ആളോട് ഒരു മസ്അല ചോദിച്ചു. നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. യോഗ്യനായ ഒരാളോട് മസ്അല ചോദിച്ചു, ഒരു വിഷയത്തെപ്പറ്റി മതവിധി ചോദിച്ചാൽ, അദ്ദേഹം അതിനൊരു മതവിധി പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ ഇയാൾക്ക് പറ്റുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യൻ കുറ്റക്കാരനാവില്ല.
ഇതിൽ ഒരുപാട് ഈ ഒരൊറ്റ വിഷയത്തിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. വേറൊരാള് ആ വിഷയത്തിൽ എന്തു പറഞ്ഞുവെന്ന് ഇയാൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും എന്നല്ല, മുജാഹിദുകളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാരും ഒക്കെ എല്ലാവരും യോജിച്ചു പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരു വിഷയത്തില് ഒരു ഇമാമിന്റെ ഫത്വയുണ്ടായാൽ, അല്ലെങ്കിൽ ഒരാളോട് സംശയം ചോദിച്ചാൽ, അല്ലെങ്കിൽ മതവിധി ചോദിച്ചാൽ, അദ്ദേഹം അതിനൊരു മതവിധി പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വ്യക്തമായി അമല് ചെയ്യാവുന്നതാണ് എന്നതിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ല. അവിടെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ചില വിഷയത്തിൽ ഇമാമിങ്ങൾ ചിലർ പറഞ്ഞതിനെ മറ്റു ചിലർ ശക്തമായി ഇൻകാർ ചെയ്യാറുണ്ട്, എതിർക്കാറുണ്ട്. അത്തരം ചില വിഷയങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത്, പ്രിയപ്പെട്ട എം.എസ്. ഓർത്തവും മനസ്സിലാക്കേണ്ടത്, ലിക്കുല്ലി ഒമൂമിൻ ഹുസൂസ്, എല്ലാ പൊതു നിയമത്തിനും ചില ഒഴിവാക്കലുകൾ, പ്രത്യേകമായ ചില വിഷയങ്ങൾ ഉണ്ടാകും. ഇംഗ്ലീഷിൽ പറഞ്ഞാല് നമ്മൾ പറയും എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. ചില വിഷയത്തിൽ വന്ന ചില എക്സെപ്ഷൻസ്, ചില ഒഴിവുകൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ അതിന് പറയുക ജല്ലത്തുൽ ഉലമാ, ചില പണ്ഡിതന്മാരാണെങ്കിലും ഇമാമിങ്ങളാണെങ്കിലും വല്ല വിഷയത്തിലും ഏതെങ്കിലും കാരണത്താൽ ഒരു കാലിടർച്ച സംഭവിച്ചാൽ, കാലിടർച്ച സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നിത്യജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റും എന്നല്ല, ഏതെങ്കിലും ഇമാമിൽ നിന്ന് വല്ല ജല്ലത്തും വന്നാൽ, ജല്ലത്ത് എന്ന് വെച്ചാൽ കാലിടർച്ച വന്നാൽ, ഒരു അപാകത വന്നാൽ, അപ്പൊ തന്നെ മറ്റ് ഇമാമിങ്ങൾ അതിനെ ശക്തമായി വിമർശിക്കുകയും ജനങ്ങൾക്ക് വരച്ചു കാട്ടുകയും, അങ്ങനെ ചെയ്താൽ അത് ജല്ലത്താണെന്ന് ബോധ്യപ്പെട്ട ഒരു അഭിപ്രായത്തെ നമ്മൾക്ക് പിന്തുടരാൻ പാടില്ല എന്നത് അതിന്റെ ബാക്കി ഞാൻ പറയാൻ പോകുന്ന വിഷയമാണ്. നന്നായിട്ട് മനസ്സിലാക്കണം. പണ്ഡിതന്മാര് അടിസ്ഥാനം പഠിച്ചു വെച്ചാൽ പിന്നെ പ്രശ്നം വരൂല. ഒരാൾക്ക് ഒരു അമല് ചെയ്യണമെങ്കിൽ ആ അമല് ചെയ്യാൻ യോഗ്യനായ ഒരു പണ്ഡിതന്റെ ഫത്വ മതി. അങ്ങനെ ഫത്വ കൊടുത്തിട്ട് അയാൾ അമല് ചെയ്താൽ അയാൾ കുറ്റക്കാരനല്ല. ഇനി ഏതെങ്കിലും യോഗ്യനായ പണ്ഡിതന്മാരിൽ നിന്ന് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി വല്ല ജല്ലത്തുകളും വല്ല കാലിടർച്ചയും വന്നാൽ അത് അതുപോലുള്ള പണ്ഡിതന്മാർ അതിനെപ്പറ്റി വളരെ കൂലങ്കഷമായി പഠിക്കുകയും അതിനെ ഇന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റാണെന്ന് വ്യക്തമായ ഗവേഷണപരമായ രൂപത്തിലുള്ള പിഴവല്ലത് എങ്കിൽ അത് വിമർശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ സലാത്തുർ റആയിബ് പോലുള്ള, അഥവാ ശഅബാനില് ഒരു 12 റക്അത്ത് നിസ്കാരം, അതുപോലെ ഒരു 100 റക്അത്ത് നിസ്കാരം, അത്തരം നിസ്കാരങ്ങൾ ചില ഇമാമിങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അത് മുഹഖിഖീങ്ങളെല്ലാം കൂടി, അഥവാ വളരെ അഗ്രേസരായ ആ വിഷയത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാര് അത് ഒരു മൗദൂആയ ഹദീസാണ് അതിന്റെ ലക്ഷ്യം എന്നത് കാരണത്താൽ അത്
ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട അടിസ്ഥാനം, ഒരു കാര്യം ജല്ലത്തുൽ ഉലമാഇന് കാലിടർച്ച പറ്റിയതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നത് ഈ ഒരു അടിസ്ഥാന ഖവായിദയാണ്. ഷാഫിഈ മദ്ഹബിന് അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന അൽ ഫവായിദുൽ മദനിയ എന്നുള്ള കിതാബില് ഗവേഷണങ്ങളെപ്പറ്റിയും തഖ്ലീദിനെ പറ്റിയൊക്കെ വെച്ചതിന് ശേഷം പറയുന്നുണ്ട്, ജല്ലത്തുൽ ഉലമാ ലാ യജൂസു ഇത്തിബാഉഹു. ഉലമാഇന് ജല്ലത്ത് വന്നതാണെന്ന് ഇമാമിങ്ങള് വ്യക്തമായി പറഞ്ഞ, അല്ലെങ്കിൽ ഏകോപിച്ച് പറഞ്ഞ ഒരു വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ മുഹഖിഖീങ്ങൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ ഒരു വിഷയമാണെങ്കിൽ അത് നമ്മൾക്ക് തുടരാൻ പാടില്ല. അങ്ങനെ അറിയപ്പെട്ടതാണെങ്കിൽ അത് തുടരാൻ പാടില്ല എന്നതും ഇതിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പൊ സത്യത്തില് ഇപ്പോ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹിൽ ഖുനൂത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ, അബൂ ഹനീഫ് ഇമാം റളിയല്ലാഹു അൻഹു വിത്റിൽ ആണ് ഖുനൂത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോഴിവിടെ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹിൽ ഖുനൂത്ത് ഉണ്ട് എന്ന് പറയാൻ മഹാനവറുകൾക്ക് തെളിവുകളുണ്ട്. ആ തെളിവനുസരിച്ച് ഒരു ഗവേഷണത്തിന് യോഗ്യതയുള്ള, ഇജ്തിഹാദിന് യോഗ്യതയുള്ള ഒരു പണ്ഡിതനായ ഷാഫി ഇമാം പറഞ്ഞു, അബൂ ഹനീഫ് ഇമാം റളിയല്ലാഹു അൻഹു അത് തഖ്ലീദ് ചെയ്യുക, അല്ലെങ്കിൽ അബൂ ഹനീഫ് ഇമാമിന്റെ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാര് ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഗവേഷണ പ്രകാരം വേറൊരു നിയമവും എത്തിച്ചാൽ ഈ രണ്ട് നിയമവും സ്വീകരിക്കൽ നമുക്ക് അനുവദനീയമാണ് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് മുജാഹിദുകൾ പറയുന്ന ഇബ്നു തൈമിയ തന്നെ വ്യക്തമായി അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിലും അതുപോലെ ഖിലാഫുൽ ഉമ്മയിലും അതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞ ഒരു വിഷയമാണ്, ഈ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇഖ്തിലാഫിനെ പറ്റി അഥവാ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി വ്യക്തമായി പഠിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസം ദീനിൽ വരാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് തെറ്റുപറ്റുമോ ഉസ്താദ് എന്നാണ് ഈ പ്രിയപ്പെട്ട ആള് മൈക്കിൽ വന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ വിഷയാവതരണം ഇന്ന് വേണ്ട, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസ് ഞാൻ അതിനുശേഷം വേറൊരു ദിവസം ഞാൻ എടുത്തു വരുന്നതിന്റെ ബാക്കി പിന്നീട് ഒരു ദിവസം എടുക്കാം. നിങ്ങൾ ചോദിച്ചാൽ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇത് തന്നെ വേണമെങ്കിൽ ഞാനൊരു ചോദ്യമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്താണ് വിഷയം? ടെക്സ്റ്റിന് മറുപടി കൊടുക്കേണ്ട, മൈക്കിൽ വരട്ടെ. ഓക്കെ, അങ്ങനെയാണ് റൂമിന്റെ തീരുമാനം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റിന് മറുപടി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട MS ഓർത്തോ, ഇങ്ങനെ മൈക്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് യെസ് അടിക്കുക. മൈക്കിൽ വരാൻ താല്പര്യമുണ്ടോ? മൈക്കിൽ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ വിഷയവും ഒന്നിയത്തിൽ എന്താണ് പറഞ്ഞതെന്നും ഇഹിയയിൽ എന്താണ് പറഞ്ഞതെന്നും അത് നബവി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞതെന്നൊക്കെ വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് മാനദണ്ഡമാണ് മദ്ഹബ് പിൻപറ്റുന്നവർ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ഇവിടെ എല്ലാറ്റിനും അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നിയമം ഇല്ലാതെ ബേജാറായി പോകുന്ന ഒരു വിഷയവുമില്ല. മുജാഹിദുകളാകുമ്പോൾ അടിസ്ഥാന നിയമമില്ലാത്തത് കൊണ്ട് പലതും കാണുമ്പോൾ ബേജാറായി പോകും. അപ്പോ മൈക്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു യെസ് അടിച്ചാൽ മൈക്ക് തരുന്നതാണ്. ഈ ഷഫീർ വള്ളമുണ്ട് SS അടിച്ചത് അതല്ലാതെ ആ വിഷയമല്ലല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് തുടരും. നിങ്ങൾ ടെക്സ്റ്റിൽ ചോദ്യം ചോദിക്കരുത്. കാരണം ഒന്നുകിൽ ചോദ്യം കൊടുക്കുക, അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടി പറയാ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക. അല്ലാതെ രണ്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി ടെക്സ്റ്റിൽ ചോദ്യമില്ല, ഞാൻ പരിഗണിക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഈ ഗവേഷണപരമായ വിഷയത്തെപ്പറ്റിയുള്ള അജ്ഞതയാണ് പലർക്കും ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മസ്അല എന്താണെന്ന് നിർബന്ധമായും പഠിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് വ്യക്തമായെന്ന് പഠിക്കുക. ഞാൻ ഇന്നൊരു വിഷയമൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് മൈക്കെടുത്താണ്. ഇപ്പോ നേരത്തെ ലൈവ് കഴിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെക്കോർഡിലേക്ക് പോകണ്ട എന്ന് കരുതി നമ്മൾ ഫ്രീ ആകുമ്പോൾ പിന്നെ വെറുതെ എപ്പോഴും റെക്കോർഡ് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. അപ്പോ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്തു ചെയ്യും? അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാൻ പാടുണ്ടോ? ഒന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ അടിസ്ഥാനം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ഇസ്ലാമില് ഒരു വിഷയം പറ്റുമോ ഇല്ലയോ, സുന്നത്താണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രമാണങ്ങൾ പരിശോധിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മുമ്പ് ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രമാണം പരിശോധിക്കുമ്പോൾ പ്രമാണങ്ങൾക്ക് 5 രൂപത്തിലാണ് ഇസ്ലാമിൽ വരിക. നന്നായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞാണെന്നാലും അന്നില്ലാത്തവരുണ്ടാവുമല്ലോ, അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ്. പ്രമാണങ്ങൾ 5 രൂപത്തിലാണ് വരിക. ഒന്നാമത്തെ രൂപം, പ്രമാണം സ്ഥിരപ്പെടുന്നത് വ്യക്തമായി ഖണ്ഡിതമായി സ്ഥിരപ്പെടുന്നു. ഉദാഹരണത്തിന് ഖുർആനിലുള്ള ഒരു ആയത്ത്, അല്ലെങ്കിൽ മുതവാത്തിറായ ഒരു ഹദീസ്, അല്ലെങ്കിൽ സ്വീകരിക്കൽ നിർബന്ധമായ രൂപത്തിൽ എല്ലാവരും ഏകോപിച്ചുകൊണ്ട് സ്വഹീയാണെന്ന് പറഞ്ഞ ഒരു ഹദീസ്. അത് ഖണ്ഡിതം അല്ലെങ്കിലും, ഈ ഒരു സാങ്കേതിക ഭാഷയിൽ ഖണ്ഡിതം എന്ന് പറയില്ലെങ്കിലും അത് സ്വീകരിക്കൽ നിർബന്ധമായ പ്രമാണമായിട്ട് വരും. അങ്ങനെ പ്രമാണങ്ങളിലൂടെ വരുന്ന അഥവാ ആ രൂപത്തിൽ സ്ഥിരപ്പെടുന്ന ഒരു വിഷയം, അങ്ങനെ സ്ഥിരപ്പെട്ട ഒരു വിഷയം, ഉദാഹരണത്തിന് ഖുർആനിൽ പറയാണ് ലാ തഖ്റബുസ്സിന, ലാ തഖ്റബുസ്സിന എന്നുള്ള ഖുർആൻ ആയത്താണ്. അപ്പൊ ഒരാള് ലാ തഖ്റബുസ്സിന എന്നത് ഖുർആനിലെ ആയത്തല്ല എന്ന് പറഞ്ഞാല് അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതുപോലെ അത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാവും. അവിടെ എന്തില്ല, ഒരാൾക്കും ഗവേഷണം ചെയ്യാൻ പഴുതില്ല. ലാ തഖ്റബുസ്സിന എന്നത് ഖുർആൻ ആയത്താണ്, അതാണ് അതിന്റെ സ്ഥിരപ്പെടൽ ഖണ്ഡിതമാണ്. ഇനി അതിന്റെ അർത്ഥം വ്യഭിചാരം കൊള്ളയെ അടുക്കരുത് എന്നാണ്. അവിടെ സിന എന്നതിന് ഒന്നിലധികം അർത്ഥം ലോകത്താരും പറഞ്ഞിട്ടില്ല. അവിടെ സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് അർത്ഥം എന്നത്, ആ അർത്ഥവും ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ വ്യഭിചാരം ഹറാമാണോ എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്താലും അദ്ദേഹം ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. ഇങ്ങനെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ഇമാമിങ്ങൾക്ക് എന്നല്ല ആർക്കും 2 അഭിപ്രായം പറയാൻ വകുപ്പില്ല. അത്തരം ഒരു വിഷയത്തിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നവവി ഇമാമോ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹുമോ അതുപോലെ മഹാനായ ഇസ്ബിന് ജമാ റളിയല്ലാഹു ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുമോ ഷാഫി ഇമാമോ അബൂ ഹനീഫ ഇമാമോ അതുപോലുള്ള ഒറ്റ ഇമാമിങ്ങളും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. രണ്ടാമത്തത്, ചില വിഷയങ്ങളുണ്ട് സ്ഥിരപ്പെടൽ ചർച്ചാ വിധേയമാണ്. അഥവാ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ ചർച്ച വരും. ഉദാഹരണത്തിന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിരുന്നു. ഹത്താ ഫാറഖ ദുനിയ, ദുനിയാവിനോട് വിട പറയുന്നത് വരെ ഓതിയിരുന്നു. മറ്റ് ചില റിപ്പോർട്ടുകളിൽ ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ മാരിഫത്തു സുനനുൽ ആഥാറിലും അതുപോലെ ഈ സുനനുൽ കുബറയിലും അതുപോലെ മറ്റ് ഇമാമിങ്ങൾ ഒക്കെ ഉദ്ധരിച്ച അതിൽ കാണാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊക്കെയുള്ള ഖുലഫാഉ റാഷിദീങ്ങളും ഓതിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രമാണം വന്നാൽ സത്യത്തിൽ അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവൃത്തി ചെയ്താൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന് അതിൽ ഗവേഷണം നടത്താൻ വകുപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്,
അബൂ ഹനീഫ് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബില് സുബ്ഹിൽ ഖുനൂത്ത് സുന്നത്തില്ലാത്തത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സുബ്ഹിൽ ഖുനൂത്ത് ഓതൽ ഹദീസ് സ്ഥിരപ്പെടുന്നത് ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ ഹസനാണോ എന്നൊക്കെ ചർച്ചയുണ്ട്. അപ്പൊ അവിടെ ഗവേഷണം നടക്കുന്ന ഒരു മേഖലയുണ്ട്. ഈ ഹദീസിനെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കേൾക്കുന്ന സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ശാഫഈ മദ്ഹബുകാരായ നമുക്ക് സുബ്ഹിൽ ഖുനൂത്ത് ഓതാനുള്ള തെളിവ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആ ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവും ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവും ഇമാം ഹാഫിദ് ദിമ്യാത്ത് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഹാഫിദുൽ ഇറാഖി തങ്ങളും ഇമാം നവവി തങ്ങളും അതുപോലെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളും അതുപോലെ ഹാഫിദ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അങ്ങനത്തെ ഇമാമിങ്ങള് അത് ഹസനാണെന്നോ സ്വഹീഹാണെന്നോ അഥവാ തെളിവിന് പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ നമ്മൾ സുബ്ഹിൽ ഖുനൂത്ത് ഓതാറുണ്ട്. അത് തന്നെയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനും അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവും സുബ്ഹിൽ ഖുനൂത്ത് ഓതാൻ പഠിപ്പിച്ചതും നാളിന്ന് വരെ അങ്ങനെ തുടർന്നു വരുന്നതും. പക്ഷേ അത് ഈ ഹദീസ് ഗണ്യതമായി മുതവാത്തിറായി സ്ഥിരപ്പെട്ടതോ അല്ലെങ്കിൽ തർക്കമില്ലാതെ സ്ഥിരപ്പെട്ടതോ അല്ലാത്തതുകൊണ്ട് ഈ ഹദീസിൽ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടായാൽ, വീക്ഷണ വ്യത്യാസമുണ്ടായാൽ അവർക്ക് ഗവേഷണം നടത്താവുന്നതാണ്. അങ്ങനെ ഗവേഷണം നടത്തുമ്പോൾ ഈ ബൈഹഖി ഇമാമിന്റെ സുനനുൽ കുബ്രയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ മാരിഫത്ത് സുന്നൽ ആധാറിന്റെ കൂടെയൊക്കെ നമുക്ക് കാണാം ഈ അൽ ജൗഹറുൻ നഖി എന്നാണ് ഞാൻ ഓർക്കുന്നു ഒരു കിതാബുണ്ട്, ഹനഫി മദ്ഹബിലെ ഒരു പണ്ഡിതനെ രചിച്ചതാണ്. അതുപോലെ ഇമാം സൈലഈ റളിയല്ലാഹു അൻഹു, അങ്ങനെ പല പണ്ഡിതന്മാരും. അപ്പോ അവർക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസ് തെളിവിന് പറ്റൂല. അപ്പൊ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പരസ്പരം ആക്ഷേപിക്കാനോ അബൂ ഹനീഫാമ് തെറ്റ് ചെയ്തെന്ന് പറയാനോ ഷാഫി ഇമാമ് തെറ്റ് ചെയ്തെന്ന് പറയാനോ വകുപ്പില്ല. ഇത്തരം ഒരു വിഷയത്തിൽ ചിലപ്പോഴൊക്കെ ഈ വഹാബികൾ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വിഷമം വേണ്ട, പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ അതിനെപ്പറ്റി ആശയം, അതിന്റെ അടിസ്ഥാന ആശയം അറിയാത്തത് കൊണ്ട് അതെടുത്തിട്ട് എല്ലാറ്റിനോടും ഖിയാസാക്കാറുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കണം. ഞാന് കുറെ കാലം മുമ്പ് ഈ എന്റെ അടുത്ത പ്രദേശമായ മേപ്പയ്യൂര് സലഫി സ്ഥാപനത്തിൽ 2-3 പ്രാവശ്യം ഒരു സംവാദം നടക്കുകയും ഞാനുമായൊരു സംവാദം നടക്കുകയും 3ാമത്തെ പ്രാവശ്യം അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയൊക്കെ ചെയ്തൊരു സംഭവം കുറെ കാലം മുമ്പുണ്ടായിരുന്നു. അതിപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് കുറച്ച് ചെറുപ്പക്കാര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻസാർ മാഷ് DC ഏതാണോ അല്ലേ? അൻസാർ മാഷ് കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അൻസാർ മാഷ് DC എന്ന് തോന്നുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോ കേട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അൻസാർ മാഷ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സസൂക്ഷ്മം ശ്രവിക്കുക, ശ്രദ്ധിക്കുക, കേട്ട് പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്തിട്ടുണ്ട്. റൈസാൻഡ് ചെയ്തോളൂ. അൻസാർ മാഷ് റൈസാൻഡ് ചെയ്തോളൂ. ഓക്കെ, മേക്ക് റിലീസ്. അപ്പോ ഞാൻ കണ്ടു ഈ ഇത് ബൈലക്സ് കണക്ടിവിറ്റി പ്രോബ്ലം എന്ന് കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത്, അപ്പോൾ അധികമൊന്നും സമയം
കട്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ സമയം കട്ടായോ? ചെറിയൊരു സമയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വിഷയം അങ്ങനെ ആഴത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു വലിയ ഫിത്നയുള്ള വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ക്ഷമിച്ച് ആ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എപ്പോഴും ഇത് ചർച്ചയുണ്ടാക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരു മുജാഹിദ് സ്ഥാപനത്തിൽ കുറച്ച് ചെറുപ്പക്കാരെ മുജാഹിദിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അതിലിടപെടേണ്ടി വരികയും അങ്ങനെ 3 പ്രാവശ്യം മൗലവിമാരുമായി സംസാരിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോ അതിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തൗഹീദിന്റെ വിഷയത്തിൽ ഇമാമിങ്ങളുടെ വീക്ഷണത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് ചാടിയ ഒരു വിഷയമാണ്. ഷാഫി ഇമാമ് പറയുന്നു ഈ സുബ്ഹിൽ കുനൂത്ത് വേണമെന്ന്, അബൂ ഹനീഫ പറയുന്നു വേണ്ടാന്ന്, അതുപോലെ തന്നെ ഒരു വിഷയമാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ലഘൂകരിക്കാൻ നോക്കി തൗഹീദിന്റെ വിഷയം. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ വേറെ സ്വഹാബികൾ, ഇവർ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ട്. ഭാര്യയെ സ്പർശിച്ചാൽ വുളു മുറിയുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇബ്നു തൈമിയ്യ പറഞ്ഞതും കൂടി അവിടെ ഒന്ന് ചേർത്ത് വായിക്കുന്നത് നല്ലതാണ്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ പറഞ്ഞ ഒരാശയം അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്, ഈ നമ്മൾ ഇഖ്തിലാഫുകൾ പരിശോധിച്ചു പോയാൽ ഹത്താ ഇന്നക ലാ തജിദു മസ്അലത്തുൻ, നിങ്ങൾക്ക് ഒരൊറ്റ മസ്അലയും കണ്ടെത്താൻ കഴിയില്ല. എങ്ങനത്തെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസത്തിലായ ഏതൊരു മസ്അലയും നിങ്ങൾ അതിന്റെ ചരട് പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ഫീഹ, അതിൽ ഉണ്ടായിട്ടല്ലാതെ. സ്വഹാബത്തിന്റെ കാലത്തേക്കുള്ള ഇഖ്തിലാഫിലേക്ക് തന്നെ, അഥവാ സ്വഹാബത്തിന്റെ കാലത്ത് അഭിപ്രായ വ്യത്യാസത്തിലായ സ്വഹാബികൾ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ആയിരിക്കും അതിന്റെ കാരണമെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ 20ാം വോള്യത്തിൽ ഉസൂലുൽ ഫിഖ്ഹിനെ പറ്റിയാണ് ചർച്ച. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതിൽ ധാരാളം പറയുന്നുണ്ട്. പച്ചക്കള്ളം എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തു തന്നെയായാലും സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ള മസ്അലകളുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ഈ സ്വഹാബികൾ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് കുറെ ആൾക്കാരും പ്രാർത്ഥിച്ചുകൂടെന്ന് വേറെ ചില ആൾക്കാരും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ കുറേ സമയം ഇങ്ങനെ ഒയന്നു, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു അത് നോക്കണം, പരിശോധിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവുമോ? സ്വഹാബികൾ കുറെ ആൾ പറയാ അള്ളാഹു അല്ലാത്ത ദൈവമുണ്ട്, കുറെ ആൾ പറഞ്ഞു അള്ളാഹു അല്ലാത്ത ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, അതാണ് വ്യത്യാസം. ഈ ഇസ്ലാമില് രണ്ട് അഭിപ്രായം പറയാൻ, രണ്ടിലധികവും ഒക്കെ അഭിപ്രായം പറയാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്, പറ്റാത്ത വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തൗഹീദ് ശിർക്ക് പോലുള്ള അടിസ്ഥാന വിഷയങ്ങൾ, ഖണ്ഡിതമായി സ്ഥിരപ്പെട്ട വിഷയങ്ങളിൽ രണ്ടഭിപ്രായം പാടില്ല. അതേ സ്ഥാനത്ത് ഖണ്ഡിതമായി സ്ഥിരപ്പെടാത്ത പല വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ ചില വിഷയത്തില് ആ പ്രമാണം സ്ഥിരപ്പെടുന്നതിൽ ചർച്ചയുണ്ടാകും. അത്തരം ഒരു വിഷയമാണ് പ്രമാണം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സുബ്ഹിൽ കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ ആ വിഷയത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട്. അത് സ്വഹീഹാണെന്ന് പറയുന്നവർ അത് പ്രാമാണ്യയോഗ്യമാണെന്ന് അവരുടെ ഗവേഷണം എത്തിക്കുകയാണെങ്കിൽ അവർ പറയും അത് ചെയ്യാം, അത് ചെയ്യണം എന്ന് പറയും. പ്രാമാണ്യയോഗ്യമല്ലെന്നാണ് ചിലരുടെ ഗവേഷണം എത്തിക്കുന്നതെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലെന്നും പറയും. ഈ വിഷയം നമ്മൾ ആലോചിക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു
മഹാനവറുകളോട് ചോദിക്കപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് റിസാലയിൽ ലോകത്താദ്യമായി രചിക്കപ്പെട്ട അടിസ്ഥാനം പറയുന്ന ഉസൂലുൽ ഫിഖിന്റെ കിതാബാണ് കിതാബ് റിസാല. ആ റിസാല ഹിജ്റ 200 ശേഷമാണ് റിസാലത്തുൽ ജദീദ റിസാലത്തുൽ ഖദീമയുണ്ട്, ജദീദയുണ്ട്. അവസാനത്തെ റിസാല ക്രോഡീകരിക്കപ്പെടുന്നത് അവിടെ ആ റിസാലയിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ഷാഫി ഇമാമിന്റെ കിതാബാണ്. അപ്പൊ പ്രാമാണികയോഗ്യനല്ലാത്ത ഒരാളല്ല, ഒരു മുജ്തഹിദ് മുത്ലഖാണെന്ന് ലോകത്ത് ഈ ആർക്കും തർക്കമില്ലാത്ത ഒരു പണ്ഡിതനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇപ്പോഴും ടെക്സ്റ്റില് ചോദ്യം ഇല്ല. മൈക്കിൽ വരാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനയും അർത്ഥനയും അള്ളാഹുവിനോട് മാത്രം എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പിന്നെ ഭീരുത്വം കാണിക്കരുത്, അതും ഇത് വിട്ടിട്ട് നാശകോശമാക്കരുത്, ഭീരുത്വം കാണിക്കരുത്. അന്തസ്സോടെ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സുഹൃത്തിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഞാനപ്പോ ഈ ക്ലാസ് നിർത്തുന്നതുമാണ്. ഇപ്പൊ ഷാഫി ഇമാമിന്റെ റിസാലയിൽ കാണാം ബാബുൽ ഇഖ്തിലാഫിന്റെ അധ്യായത്തിൽ പറഞ്ഞു, ഖാല ഫഇന്നി അജ്ദു അഹ്ലൽ ഇൽമി ഖദീമൻ വ ഹദീസൻ. ഷാഫി ഇമാം പറയുന്നത് 200കളിലാണ് പറയാണ്, ഞാന് പണ്ഡിതന്മാരെ കണ്ടു, ഖദീമൻ വ ഹദീസൻ, പൂർവീകരായതും ഈ അടുത്ത കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരൊക്കെ, മുഖ്തലിഫീന ഫീ ബഅദി ഉമൂരിഹിം, ചില വിഷയങ്ങളിൽ അവര് അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഉദാഹരണത്തിന് ഖുനൂത്ത്, അതുപോലെ ഭാര്യയെ തൊട്ടാല് അല്ലെങ്കിൽ സ്ത്രീ സ്പർശം കൊണ്ട് ഉദു മുറിയുമോ, അതുപോലെ ഈ ഉദുവില് തല മുഴുവൻ തടവല് ഫർദാണോ അല്ല അല്പം തടവലാണോ ഫർദ് എന്നൊക്കെയുള്ള വിഷയങ്ങളില്, ഇത്തരം വിഷയങ്ങളില് അഭിപ്രായ ഭിന്നതയിലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫഹൽ യസഅഹും ദാലിക, അവർക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലാകാൻ പാടുണ്ടോ എന്ന് ഷാഫി ഇമാമിനോട് ചോദ്യമാണ്. അപ്പോൾ ഷാഫി ഇമാം പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ അവരോട് പറഞ്ഞു, അൽ ഇഖ്തിലാഫു മിൻ വജ്ഹൈനി, അഭിപ്രായ വ്യത്യാസങ്ങൾ 2 തരത്തിലുണ്ട്. അഹദുഹുമാ മുഹറമുൻ, അതിലൊന്ന് ഹറാമാണ്, അങ്ങനെ പറ്റൂല. വലാ അഖൂലു ദാലിക ഫിൽ ആഖിരി, മറ്റതിൽ ഞാൻ അത് ഹറാമാണെന്ന് പറയൂല. നന്നായി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഇഖ്തിലാഫിനെ പറ്റി ഷാഫി ഇമാമിനോട് കേൾക്കാണ്. പണ്ട് മുതലേ സ്വഹാബത്തിന്റെ കാലം മുതൽ ഹിജ്റ 200കൾ ഷാഫി ഇമാമിന്റെ കാലം വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതവർക്ക് അങ്ങനെ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഇഖ്തിലാഫ് 2 തരത്തിലുണ്ട്. ഒന്നില് ഹറാമാണ് അഭിപ്രായ വ്യത്യാസം പറയല്, മറ്റേ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഹറാമാണെന്ന് ഞാൻ പറയൂല. ഖുൽതു, എന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ പറഞ്ഞു, കുല്ലു മാ അഖാമ അല്ലാഹു തബാറക വ തആല ബിഹിൽ ഹുജ്ജത ഫീ കിതാബിഹി, ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു, അല്ലെങ്കിൽ ഔ അലാ ലിസാനി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസൂസൻ ബയ്യിനൻ, നസ്സായിട്ടും വിശദമായിട്ട്, അഥവാ ഒരു അർദ്ധശങ്കക്ക് ഇടയില്ലാത്ത വിധം വളരെ ഖണ്ഡിതമായി പറഞ്ഞാൽ ലം യഹില്ലൽ ഇഖ്തിലാഫു ഫീഹി ലിമൻ അലിമഹു, അതിൽ അറിയുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം പറയാൻ ഹലാലല്ല, അനുവദനീയമല്ല. വമാ കാന ഫീ മിൻ ദാലിക യഹ്തമിലു തഅവീല വയുദ്റഖു ഖിയാസൻ, അതേ സ്ഥാനത്ത് വ്യാഖ്യാന വിധേയമാകുന്നതും അതുപോലെ ഖിയാസിന് വകുപ്പുള്ളതും അതുപോലെ ഗവേഷണത്തിന് സാധ്യതയുള്ളതും ഒക്കെ ആയാൽ ഫദഹബൽ മുതഅവ്വലു അവിൽ ഖായിസു ഇലാ മഅന യഹ്തമിലുൽ ഖബറു അവിൽ ഖിയാസ്, അപ്പോഴെന്ത് ചെയ്യും, ഈ വ്യാഖ്യാനിക്കുന്ന ഗവേഷണയോഗ്യനായ പണ്ഡിതൻ അല്ലെങ്കിൽ ഖിയാസ് നടത്തുന്ന പണ്ഡിതൻ അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതൻ അതിനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേരും. അഥവാ അതിൽ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ ഒളിവില് തല തടവുന്നതിനെ പറ്റി വന്ന ആയത്ത്, അത് ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ്, ആയത്ത് അങ്ങനെ ഉണ്ട്, പക്ഷെ അതിന്റെ അർത്ഥത്തിൽ ചർച്ചയുണ്ട്. അപ്പൊ എന്താണ് ചർച്ച? ആയത്തിൽ പറഞ്ഞ എന്താണ്,
വംസഹൂ ബിറുഊസിക്കും, നിങ്ങളെ തലയിൽ നിന്ന് തടവണം. അവിടെ ബാ തബ്ഈദിനാണോ, കുറച്ച് തടവണം എന്ന അർത്ഥത്തിലാണോ, അല്ല തല മുഴുവൻ തടവണം എന്നാണോ എന്നുള്ള ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ട് വിഭാഗക്കാര്, രണ്ട് പണ്ഡിതന്മാര് രണ്ട് അഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നാൽ, വൈൻ ഖാലഫഹു ഫീഹി ഗൈറുഹു, അവരല്ലാത്തവർ, ഈ ഇമാം അല്ലാത്ത, ഈ ഗവേഷണ യോഗ്യനായ പണ്ഡിതനല്ലാത്തവർ അതിൽ ഇവരോട് എതിരായാലും, ലം അഖുൽ ഇന്നഹു യുളയ്യിഖു അലൈഹി ലീഖൽ ഖിലാഫി ഫിൽ മൻസൂസ്, വ്യക്തമായ പ്രമാണം വന്നതിൽ അഭിപ്രായ വ്യത്യാസമാകുന്നത് പോലെ ഇതിൽ അഭിപ്രായ വ്യത്യാസമാവൽ അവർക്ക് ഇടുങ്ങിയതല്ല, അവർക്ക് പറ്റൂല എന്നത് പറ്റൂല എന്ന് ഞാൻ പറയൂല. അപ്പൊ ഇത് എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അടിസ്ഥാനം അറിയില്ല എന്ന് മനസ്സിലാക്കുന്നവർ, വിശ്വസിക്കുന്നവർ പോകട്ടെ. അല്ലാത്തവർ, ലോകത്ത് ഒരാളും തർക്കമില്ലാതെ പറഞ്ഞ അടിസ്ഥാന വിഷയത്തിൽ ഷാഫി ഇമാമിനെ അനുകരിച്ചവരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്നതിൽ തർക്കമില്ല. അങ്ങനെ ഉള്ള ഏതൊരാൾക്കും അറിയാം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അടിസ്ഥാനം പറഞ്ഞാൽ ആ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരാളുമില്ല. അപ്പൊ അങ്ങനെ അടിസ്ഥാനം പറഞ്ഞതാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഷാഫി ഇമാമ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ പറയുന്ന, ഗവേഷണം ചെയ്ത് പറയുന്ന ഒരു മസ്അലയിൽ വേറെ ഒരു ഇമാമ്, അബൂ ഹനീഫ് ഇമാമോ മാലിക് ഇമാമോ അതുപോലെ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിങ്ങള് വേറെ അവര് ഗവേഷണം ചെയ്തപ്പോൾ വേറൊരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നാൽ അത് അവർക്ക് അനുവദനീയമല്ലെന്ന് ഞാൻ പറയില്ല. അതുപോലെ എനിക്ക് ഇങ്ങനെ പറയലും അനുവദനീയമല്ലെന്ന് പറയില്ല. അതൊക്കെ അനുവദനീയമായ വകുപ്പിൽപ്പെട്ടതാണ്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളാണ് മദ്ഹബുകൾക്കിടയിലുള്ളത്, അതുപോലെ ഇമാമിങ്ങൾക്കിടയിൽ ഉള്ളത്. ചർച്ചിപ്പം തന്നെ നിങ്ങൾക്ക് കൈപൊക്കിയാലും അയക്കപ്പ തരും. അപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നീട് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഷാഫി ഇമാം പറഞ്ഞത്, ഞാൻ ഈ കിതാബ് വായിക്കുന്നില്ല, ഇന്നത്തെ ക്ലാസ് കുറച്ച് ഡ്രൈ ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കുറച്ച് കട്ടിയായി പോയി എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകാണ്. അപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കാം. ബുദ്ധിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ്. എന്നെ കേൾക്കുന്നില്ലേ? എന്റെ സ്ക്രീന് ചലിക്കുന്നതായി കാണുന്നില്ല. ഓക്കെ. അപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാള് ഖുർആനിൽ കാണാം, ഫവല്ലി വജ്ഹക ശുതുറൽ മസ്ജിദുൽ ഹറാം, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം എന്ന് അള്ളാഹു വ്യക്തമായി ഖുർആനിൽ പഠിപ്പിച്ചു. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കഅബയുടെ പരിസരത്ത് സമീപത്ത് വെച്ച് നിസ്കരിക്കുന്നവർക്ക് ആ കൽപ്പന സ്വീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം കഅബ കാണുന്നുണ്ട്. കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കഅബയിൽ നിന്ന് തെറ്റിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ് എന്നതിനും ആർക്കും തർക്കമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കഅബ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഅബയിലേക്ക് തിരിയണം എന്നുള്ള കൽപ്പന പൂർണ്ണമായും അനുസരിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് കഅബയുടെ സമീപത്ത് വെച്ച് കഅബയിലേക്ക് തിരിയാതെ ഒരല്പം തെറ്റി കഅബയിലേക്കല്ലാത്ത അഥവാ ഒരു തെറ്റി നിസ്കരിച്ച ഐനുൽ കഅബയുടെ നേരെ തിരിയാതെ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സ്വഹിയാവൂല. കാരണം അവർക്ക് വ്യക്തമായി കഅബ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം വിഷയമാണ് ഇസ്ലാമിൽ ഖണ്ഡിതമായി സ്ഥിരപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കഅബ കാണുന്ന ഒരാള് കഅബയിലേക്ക് നിസ്കരിക്കുക, അതിൽ അവിടെ രണ്ടാൾക്കാർക്ക് തർക്കിക്കാൻ വകുപ്പുണ്ടോ? ഒരാൾ പറയാ ഞാൻ ഇങ്ങോട്ടാണ് നിസ്കരിക്കുക, വേറൊരാൾ പറയാ ഇങ്ങോട്ടാണ് നിസ്കരിക്കുക എന്ന് പറയാം വകുപ്പില്ല. കാരണം കഅബ അവിടെ കാണുന്നുണ്ട്. ഇനി വേറെ ഒരാള്, എന്നാൽ ശ്രദ്ധിക്കണം, കഅബ ഉള്ള രാജ്യത്തല്ല, ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് നിസ്കരിക്കുന്ന മൂന്നാളെ ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിൽ നിന്ന് നിസ്കരിക്കുന്ന മൂന്നാൾക്കാര്, ഒരാള് ഗവേഷണം നന്നായിട്ട് അറിയുന്ന, ഏത് ഗവേഷണം? ഖിബില ഗവേഷണം ചെയ്യാൻ എല്ലാ യോഗ്യതകളും മേളിച്ച ഒരാളാണ്
അദ്ദേഹത്തിന് കഅബ കാണാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ഗവേഷണം ചെയ്തു. അദ്ദേഹം ഒരു വഴി എത്തിച്ചു, ഒരു ഡയറക്ഷൻ, ഒരു ദിശ അയാൾക്ക് എത്തിച്ചു. അയാള് ആ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹിയാണോ അല്ലയോ? നിങ്ങളൊന്ന് ടെക്സ്റ്റ് അടിച്ചാൽ ഉപകാരമായിരുന്നു. യെസ് ഓർ നോ. സ്വഹിയാണെങ്കിൽ എസ് അടിക്കുക, അല്ലെങ്കിൽ നോ എന്നടിക്കുക. അഥവാ കഅബയിലേക്ക് കഅബ കാണാത്ത ഒരാള്, എന്നാൽ അയാൾക്ക് എന്തിന് കഴിവുണ്ട്? ഗവേഷണത്തിന് കഴിവുണ്ട്, ദിശ ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ട്, ഖിബില ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? ഗവേഷണം ചെയ്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് ഖിബിലയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഗവേഷണം ചെയ്യാൻ അയാളിൽ ആലത്തുകൾ, ഉപകരണങ്ങളുണ്ട്, വിവരമുണ്ട്. അങ്ങനെ അയാൾ ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹിയാണോ അല്ലയോ? ആരൊന്നും പ്രതികരിക്കുന്നില്ല. സ്വഹിയാണ് എന്നോ അല്ല എന്നോ? സ്വഹിയാണ്, അൽഹംദുലില്ലാ. അപ്പൊ സ്വഹിയാണ് എന്ന് പറയുന്നവരാണ് എല്ലാവരും. എന്നാൽ എന്റെ ഒരു എളിയ സംശയം, അദ്ദേഹം നിസ്കരിച്ചത് 100% കഅബയിലേക്കാണെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് ഗവേഷണം ചെയ്തതാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാവനകൾ, മികച്ച ഭാവന ആണ് ഗവേഷണത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അങ്ങനെ ഒരാൾ നിസ്കരിച്ചത് നേരെ കഅബയിലേക്കാണെന്ന് പറയാനും പറ്റില്ല. അപ്പോ പറ്റൂല. അപ്പോ നേരെ കഅബയിലേക്ക് അയാൾ തിരിഞ്ഞു എന്ന് പറയാനും പറ്റില്ല. അതേ സ്ഥാനത്ത് അദ്ദേഹം സത്യത്തിലെത്തി എന്ന് പറയുകയും വേണം. ഇനി രണ്ടാമത്തെ ഒരാള് വേറൊരു ഗവേഷകനായ പണ്ഡിതൻ, അദ്ദേഹത്തിനും ഇൽമുണ്ട്, അതിനുള്ള ഉപകരണങ്ങളുണ്ട്, അതെ, ലെന്ന് മതി, ഭാവന മതി. വേറൊരു പണ്ഡിതൻ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പണ്ഡിതനെ പോലെ തന്നെ യോഗ്യത മേടിച്ച വേറൊരു പണ്ഡിതൻ, അദ്ദേഹം ഗവേഷണം ചെയ്തു, അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ എത്തിച്ചു. ആ ഡയറക്ഷൻ ആദ്യം എത്തിച്ച ആളുടെ അതേ ഡയറക്ഷൻ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അയാൾ രണ്ടാമത് ഗവേഷണം ചെയ്ത പണ്ഡിതൻ അദ്ദേഹം എത്തിച്ച ഡയറക്ഷനിൽ നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം സ്വഹിയാണോ? രണ്ടാമത്തെ പണ്ഡിതനും അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളും ഉണ്ട്, അതോടൊപ്പം കഅബ കാണുന്നില്ല, വ്യക്തമായ അയാൾ കാണുന്നില്ല. കഅബ കാണാത്തൊരു നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഗവേഷണം ചെയ്തു. ഗവേഷണം ചെയ്തപ്പോൾ അദ്ദേഹവും ഒരു ഡയറക്ഷൻ കണ്ടെത്തിച്ചു. ആ ഡയറക്ഷൻ ആദ്യം കണ്ടെത്തിച്ച ഗവേഷകന്റെ അതേ ഡയറക്ഷൻ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. എങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം സ്വഹിയാണോ? അദ്ദേഹത്തിന്റെ നിസ്കാരം സ്വഹിയാണോ എന്ന് ആരെങ്കിലും ഒന്ന് അടിക്കി. ആണ്. അപ്പോ ഈ രണ്ട് ഡയറക്ഷനിലും കിബില എപ്പോ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. നന്നായി ശ്രദ്ധിക്കണം. ഈ ഒരു വിഷയം പഠിച്ചാല്, ഈ ഒരു വിഷയം മനസ്സിലാക്കിയാല് ബുദ്ധിയുള്ളവർക്ക് ആ ഒരു എന്തുകൊണ്ടാണ് മദ്ഹബ് എന്നുള്ള പ്രശ്നം തീരും. അപ്പോഴ് രണ്ട് ഡയറക്ഷനിൽ കിബിലയില്ല എന്ന് ഉറപ്പ്. ചിലപ്പോ ഇവര് രണ്ടാളും നിസ്കരിച്ചതും കിബിലയിലേക്ക് ആയിരിക്കുകയില്ല എന്നും നമുക്ക് അറിയാം. ചിലപ്പോ അങ്ങനെയാവാം. ചിലപ്പോ ഒരാൾ നിസ്കരിച്ച് കിബിലയിലേക്ക്, കറക്റ്റ് കിബിലയിലേക്കായിരിക്കും, ചില ആള് മറ്റാൾ നിസ്കരിച്ച് കുറച്ച് തെറ്റിയിട്ടായിരിക്കും. എന്തു തന്നെയായാലും രണ്ടാളും നിസ്കാരം സ്വഹിയാണ്. ഇനി മൂന്നാമത്തെ ഒരാള്, നന്നായി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആള്, അയാൾക്ക് ഈ വിഷയത്തില് വിവരവുമില്ല, അതിനുള്ള ഉപകരണങ്ങൾ കയ്യിലുമില്ല. അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അയാൾ എന്തൊക്കെയോ കളിച്ച്, വിവരമില്ലാത്തതോടൊപ്പം ഗവേഷണം ചെയ്യുന്ന പോലെ അനുകരിച്ചു, എന്തൊക്കെയോ കളിച്ചു. അങ്ങനെ അയാളും ഒരു ഡയറക്ഷൻ, ഉദാഹരണത്തിന് അയാൾ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് എറിഞ്ഞു, അല്ലെങ്കിൽ എന്തൊക്കെ കളിച്ചു. അങ്ങനെ അയാൾ ഒരു ഡയറക്ഷൻ കണ്ടെത്തിച്ചു. അങ്ങനെ ഡയറക്ഷൻ കണ്ടെത്തിച്ചിട്ട് അയാള് ആ ഭാഗത്തേക്ക് നിസ്കരിച്ചു. അയാളുടെ നിസ്കാരം സ്വഹിയാണോ അല്ലയോ? നിങ്ങളുടെ പ്രതികരണം കിട്ടിയാലാണ് ഈ വിഷയത്തിൽ പറയാൻ പറ്റും. അയാളുടെ നിസ്കാരം സ്വഹിയല്ല. ചിലപ്പോ ഒരുപക്ഷെ അയാളുടെ ഡയറക്ഷൻ ആയിരിക്കും നേരെ കിബിലയിലേക്ക് ഉണ്ടാവുക, അല്ലെ? ചിലപ്പോ എന്തായിരിക്കും, അയാള് നിസ്കരിച്ച് ചിലപ്പോ കിബിലയിലേക്കായിരിക്കും, പക്ഷേ അയാളുടെ നിസ്കാരം സ്വഹിയല്ല, അയാൾ ചെയ്തത് ശരിയായ പ്രവർത്തനമല്ല. ഈ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ, ഈ മൂന്ന് വ്യക്തികളിലൂടെ 4 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന് കഅബ കാണുന്ന ആള്. കഅബ കാണുന്ന ആളെ പറ്റി നമുക്ക് എന്ത് പറയാം?
ഗണ്യതമായ പ്രമാണം സ്ഥിരപ്പെട്ട ഒരു വിഷയം. ഗണ്യതമായ ഒരു പ്രമാണം സ്ഥിരപ്പെട്ടതോ, ഉദാഹരണത്തിന് ലാ തഖ്റബുസ്സിന ഖുർആനിൽ കണ്ടു, വ്യഭിചാരം കൊള്ളയടിക്കരുത്, അതിന്റെ അർത്ഥത്തിലും അഭിപ്രായ വ്യത്യാസമില്ല, അപ്പൊ വ്യഭിചാരം ഹറാമാണെന്ന് കിട്ടി. ഈ വിഷയത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം പറയാൻ വകുപ്പില്ല, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ വിഷയം ചർച്ചയ്ക്ക് ഗവേഷണത്തിന് പഴുതുള്ള വിഷയം. ഇതുപോലെ കഅബ കാണാത്ത ആള് നിസ്കാരത്തിൽ നിസ്കരിക്കാൻ വേണ്ടി കിബില ഗവേഷണം ചെയ്യുന്നത് പോലെ പ്രമാണങ്ങൾ വ്യക്തമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അഥവാ ഈ സാധ്യതകളില്ലാത്ത വിധം സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ, സാധ്യതകളില്ലാത്ത വിധം സ്ഥിരപ്പെടാത്തപ്പോൾ അഥവാ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അവിടെ ഗവേഷണത്തിന് പഴുതുണ്ടാവുകയും യോഗ്യരായ ഗവേഷകർ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരൊക്കെ സത്യത്തിലാണ്. അപ്പോൾ അതാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഭാര്യയെ തൊട്ടാൽ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നതോടൊപ്പം, ഷാഫി മദ്ഹബുകാര് അതിനെ അനുകരിക്കുന്നതോടൊപ്പം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയൂല എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗണ്ണിക്കാത്തത് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കാത്തത്. അപ്പോ അവിടെ സാധ്യതകൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വിമർശിക്കാത്തത്. അപ്പൊ രണ്ടാള് നിസ്കരിച്ചാലും നിസ്കാരം സ്വയ്യാവും. അതേ സ്ഥാനത്ത് മുജാഹിദിനെ പോലുള്ള വിവരമില്ലാത്തവർ അഥവാ ഗവേഷണത്തിന് യോഗ്യതയില്ലാത്തവർ ഭാര്യനെ തൊട്ടാൽ ഒന്ന് മുറിയെന്ന് പറഞ്ഞാലും സ്വീകരിക്കപ്പെടൂല, മുറിയൂല എന്ന് പറഞ്ഞാലും സ്വീകരിക്കപ്പെടൂല. എന്റെ പോയിന്റ് മനസ്സിലായോ? എന്റെ സ്ക്രീനിൽ ഒരു ചലനവും ഇല്ല കേട്ടോ. ഓക്കെ, എന്റെ പോയിന്റ് മനസ്സിലായോ? ഒരു വഹാബി ഗവേഷണം നടത്തിയാൽ അയാൾ പറയാണ് ഭാര്യനെ തൊട്ടാ അത് മുറിയും, അതും തെറ്റാണ്. ഭാര്യനെ തൊട്ടാ അത് മുറിയില്ല എന്ന് പറഞ്ഞു, അതും തെറ്റാണ്. കാരണം അയാൾക്ക് അതിന് അവകാശമില്ല. അയാൾ പറഞ്ഞത് തന്നെ തെറ്റാണ്. അയാൾ അതിൽ ഇടപെടാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ സ്വഹീഹായ ഹദീസ് ലോകത്തുള്ള എല്ലാ കിതാബിലും ഉണ്ട്, ബുഖാരിയിലുണ്ട്, എല്ലാ കിതാബിലും ഉള്ള ഒരു ഹദീസ്. എന്താണ്? പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച ഹദീസ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഇഖ്തിലാഫിനെ പറ്റി അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഷാഫി ഇമാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഹക്കമൽ ഹാക്കിമു, ഒരു ഹാക്കിമ് വിധി പറഞ്ഞു. അവിടെ ഹാക്കിം എന്ന് വെച്ചാൽ ഗവേഷണ യോഗ്യനായ എല്ലാ യോഗ്യതകളും മേളിച്ച ഒരു പണ്ഡിതൻ വിധി പറഞ്ഞു. ഇദാ ഹക്കമൽ ഹാക്കിമു ഫജ്തഹദ, ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് വിധി പറഞ്ഞു. ഫഅസ്വാബ, അദ്ദേഹം സത്യത്തെ അഥവാ പൂർണ്ണമായും ശരി കണ്ടെത്തിച്ചാൽ ഫലഹു അജ്റാനി, അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. വൈദാ ഹക്കമ ഫജ്തഹദ തുമ്മ അഖ്തഹ ഫലഹു അജ്റുൻ, ഒരാള് ഗവേഷണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം, ഒരു പിഴവ് സംഭവിച്ചാൽ അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷാഫി ഇമാമ് പറയാണ്, ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ച് മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു, ഇവിടെ പറഞ്ഞ ഒരു വാചകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവേഷണയോഗ്യനായ ഒരു പണ്ഡിതൻ അദ്ദേഹം ഗവേഷണം ചെയ്തിട്ട് വല്ല പിഴവും സംഭവിച്ചാൽ തന്നെ അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ടെന്നും അദ്ദേഹം 100% സത്യം കണ്ടെത്തിച്ചാൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ടെന്നും പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഒന്നായി ശ്രദ്ധിക്കണം. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഒരാള് ഖിബിലക്ക് ഗവേഷണം ചെയ്തു, അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട്, അദ്ദേഹത്തിന് നിസ്കരിച്ചാൽ സ്വഹിയാകും എന്നതിന് പുറമെ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന് പ്രതിഫലമുണ്ട്. അദ്ദേഹം ആ കണ്ടെത്തിച്ചത് നേരെ ഖിബിലയിലേക്ക് തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു ഹുക്കുമിന് 2 ഭാഗമുണ്ടെന്ന് മനസ്സിലാകും. ഒന്നായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കേണ്ടതാണ്. ഒരു ഹുക്കുമിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ലാഹിർ, മറ്റത് അതിന്റെ ബാത്തുൻ. എന്താണുള്ളത്? ലാഹിർ, ബാത്തുൻ. അപ്പോൾ ഏതൊരു ഗവേഷകനായ പണ്ഡിതനും അദ്ദേഹം ഗവേഷണം ചെയ്താൽ അദ്ദേഹം ലാഹിറില് അദ്ദേഹം ശരി കണ്ടെത്തിച്ചവരാണ്.
അതുകൊണ്ടാണ് ഒരു പ്രതിഫലം. അപ്പം ബാത്തിനില് അദ്ദേഹത്തിന് ശരിയാണോ തെറ്റാണോ അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. കാരണം ഗവേഷണപരമായ വിഷയമാണ്. ആ ബാത്തിലും അദ്ദേഹം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ കഠിനമായ പ്രയത്നം കൊണ്ട് അദ്ദേഹം ശരിയിലെത്തിയാൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. അപ്പോൾ അവിടെ എന്താണ് പിഴവ് പറ്റിയാൽ എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഒരു ഗവേഷകനായ പണ്ഡിതൻ ഗവേഷണം ചെയ്താൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തെ സ്വീകരിക്കല് ആ ഗവേഷകനായ പണ്ഡിതന് നിർബന്ധമാണ്, അദ്ദേഹത്തെ അനുകരിക്കുന്നവർക്ക് സ്വീകരിക്കാവുന്നതുമാണ്. അപ്പോ അവിടെ ഈ ഗവേഷണം ചെയ്ത പണ്ഡിതൻ പൂർണ്ണമായും ശരിയാണോ കണ്ടെത്തിച്ചത് എന്നത് അതിന്റെ ബാത്തിനായ അതിന്റെ ആന്തരിക വശമാണ്. അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയാണ്, ശാഫിഈ ഇമാം ഖുൽതു ഇദാ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസാബ അലാ അഹദുഹുമാ അക്സർ മിമ്മാ യുസാബ അലൽ ആഖിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? രണ്ടാൾക്കും പ്രതിഫലം എന്നാണ്. ഒരാൾക്കുള്ള പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് മറ്റൊരാളുടെ പ്രതിഫലം എന്നേ പറഞ്ഞിട്ടു. വലാ യകൂനു സവാബു ഫീമാ ലാ യസഉ. ഒരു പാടില്ലാത്ത വിഷയം ചെയ്താൽ പ്രതിഫലം കിട്ടൂലല്ലോ. ഒരാൾക്കൊരിക്കലും പാടില്ല എന്നുള്ള ഒരു വിഷയമാണെങ്കിൽ പ്രതിഫലം കിട്ടൂലല്ലോ. വലസ്സവാബു ഫീഹൽ ഖത്ഉൽ മൗദൂ. വെറും പിഴവിന്റെ മുകളിൽ വ്യക്തമായ പിഴവാണെങ്കിൽ അതിനും പ്രതിഫലം കിട്ടൂലല്ലോ. ലഅന്നഹു ലൗ കാന ഇദാ ഖീല ലഹു ഇജ്തിഹദ് അലൽ ഖത്അ ഫജ്തഹദ അലൽ ളാഹിരി കമാ ഉമിറ കാന മുഖ്തിയൻ ഖത്അൻ മർഫൂഅൻ കമാ ഖുൽതു കാനത്തുൽ ഉഖൂബത്തു ഫീൽ ഖത്ഉ ഫീമാ നുറാ വല്ലാഹു അലം ഔലാ ബിഹി കാന അക്സറു അംറഹു. അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് വലാ യുസ്ബഹു യകൂന ലഹു സവാബുൻ അലാ ഖത്ഇൻ ലാ യസഉഹു. അപ്പോ അയാൾ വെറും പിഴവാണ് സംഭവിച്ചതെങ്കിൽ അയാൾക്ക് പ്രതിഫലം കിട്ടൂലല്ലോ. വഫീഹാദാ ദലീലുൻ അലാ മാ ഖുൽനാ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ തെളിവുണ്ടെന്നതാണ്. അന്നഹു ഇന്നമാ കുല്ലിഫ ഫിൽ ഹുക്മിൽ ഇജ്തിഹാദ അലൽ ളാഹിർ. ഗവേഷണം ചെയ്ത് ബാഹ്യത്തിന്റെ മുകളിലാണ് വിധിക്കാൻ മാത്രമേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. ദൂനൽ മുഅയ്യബ്. അയാളിൽ നിന്ന് മറഞ്ഞ കാര്യം അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു അഅലം. അപ്പോ ഒരാള് ഗവേഷണം ചെയ്യുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന വിഷയമാണ് അദ്ദേഹത്തിന് ശരി. അതിന്റെ അപ്പുറം അദ്ദേഹത്തിനെ തൊട്ട് മറിഞ്ഞതാണ് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. അത് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അപ്പോ എന്നിട്ട് ശാഫിഈ ഇമാം ഈ ഗവേഷണം ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ എന്താണ് പറഞ്ഞത്? ഗവേഷണത്തിന് പഴുതുള്ള വിഷയമാണെങ്കിൽ ഗവേഷണം ചെയ്യുന്നവർ ഗവേഷണം ചെയ്തെത്തുന്നത് തന്നെയാണ് അതിന്റെ ശരി. അതാണ് തക്ലീഫിന്റെ ബാബിലൂടെ എല്ലാ മുജ്തഹിദീങ്ങളും സത്യത്തിലാണ്. നമ്മൾ പറയാറുണ്ട് എല്ലാ മുജ്തഹിദീങ്ങളും സത്യത്തിലാണ്. എന്താണ് അതിന്റെ അർത്ഥം? അവരോട് കൽപ്പിച്ചതനുസരിച്ച് അവരൊക്കെ സത്യത്തിലാണ്. അതിന് വേറെ ചിലർ പറഞ്ഞു എന്ന് വെച്ചോ എല്ലാ മുജ്തഹിദീങ്ങളും സത്യത്തിലല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചിലപ്പോ ഗവേഷകരായ പണ്ഡിതർ എത്തിച്ചേർന്നത് 100% ശരിയായ അഥവാ അതിന്റെ ഐന് ക്ലിയർ ആയിക്കൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് ഇതുപോലെ കിബില പോലെ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം കുറച്ച് ഗഹനമായി പോയതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക കുറെ വിഷയം അതിൽ പറയാണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലാസ് ആയിട്ട് പിന്നീട് പറയാം. ഇത് കുറച്ച് പ്രയാസം ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ക്രോഡീകരണത്തിലായോ എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോ ചിലരൊക്കെ താല്പര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാലും നമ്മളിപ്പോ 1 മണിക്കൂറായി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഗവേഷണത്തിന് പഴുതുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം എന്നും ആ ഉണ്ടാകുന്നതിനെ എതിർക്കാൻ പാടില്ല എന്നും അത്തരം വിഷയങ്ങളിൽ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നുള്ളത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. അത് ശാഫിഈ ഇമാം പറഞ്ഞത് ഞാൻ വായിച്ചു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശറഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ ഗവേഷണപരമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ ഇൻകാർ പാടില്ല എന്നത്
ഇജ്മാ ആണ് എന്ന് ഒരാളിങ്ങനെ ടെക്സ്റ്റ് അടിക്കുന്നു. അള്ളാഹുവിന്റെ വഹി മുഹമ്മദ് നബിക്ക് കിട്ടി എന്നതിൽ എന്നുള്ള തെളിവ് എന്താണ്? അല്ലാഹു സല്ലല്ലാഹു. അപ്പോ ഈ ഓരോന്നിനും അതൊക്കെ കിതാബില് നിങ്ങൾ ചോദിച്ച ചോദ്യമൊക്കെ ഉസൂലിന്റെ കിതാബിൽ വ്യക്തമായി പറഞ്ഞതാണ്. ഓരോന്നിനും തെളിവുണ്ടാവും. തെളിവില്ലാതെ ദുനിയാവിലൊന്നും സ്വീകരിക്കലില്ല. അതുകൊണ്ട് ആ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. നിങ്ങളൊരു ദിവസം നേരത്തോടെ ആ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അത് എല്ലാ ഉസൂലിന്റെ കിതാബിലും തുടക്കം തന്നെ പറയുന്ന ഒരു വിഷയമാണ്. കാരണം അതിന്റെ മുകളിലാണല്ലോ നമ്മള് ഇസ്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിന് തെളിവ്, വ്യക്തമായ തെളിവുകൾ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോന്നിനും യോജിച്ച തെളിവുകളുണ്ട്. അപ്പൊ ഞാൻ ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പലരും ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ആക്ഷേപം ഉയർത്തി ഇവിടെ ശബ്ദകോലാഹലം ഉണ്ടാക്കലാണ് നമ്മുടെ പ്രിയപ്പെട്ട മുജാഹിദുകളുടെ ജോലി. അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. അത് ഇജ്മാ ആണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ മുജാഹിദുകള് പൊതുവെ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷാത്തുബി. ഷാത്തുബി അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇബ്നു തൈമിയ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇമാമിങ്ങളായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, അതുപോലെ ഇമാം ഇബ്നു ഖുദാമ, അതുപോലെ എല്ലാ ഇമാമിങ്ങളും നബിയാമി ഇജ്മാ ആണെന്ന് വ്യക്തമായി ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അത്തരം വിഷയത്തിൽ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഇൻകാർ പാടില്ല എന്നത് ഇജ്മാ ആണ്. എന്താ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം? ഞാനിപ്പോ പറഞ്ഞല്ലോ. ഇത്തരം വിഷയങ്ങളിൽ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഇൻകാർ പാടില്ല എന്നത് ഇജ്മാ ആണ്. അപ്പൊ ഇവിടെ നേരെ ഇപ്പൊ തിരിച്ചാ ഉള്ളത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം നമ്മള് ബറാഅത്ത് നോമ്പ് അല്ലേ, ഇന്നലെ. അപ്പൊ ബറാഅത്ത് നോമ്പിന് ഒരാൾക്ക്, അല്ല പലർക്കും ഇതെന്താണ്, കണ്ണിയത്ത് ഉസ്താദ് ഫത്താവുൽ കുബ്രയിൽ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഷയം പറഞ്ഞു. എന്താണ്? ഫത്താവുൽ കുബ്രയിൽ ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹു പറയുന്നത്, ബറാഅത്ത് എന്നുള്ള നിലക്ക് നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലയോ, അതായത് ശ്രദ്ധിക്കണേ, ബറാഅത്ത് എന്നുള്ള നിലക്ക് നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന വീക്ഷണം ഉണ്ട്. ബറാഅത്തിന്റെ വിഷയത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ബറാഅത്ത് രാവിന് പുണ്യമുണ്ട് എന്നത് ഏതാണ്ട് ഏകോപനമുള്ള വിഷയമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉമ്മിൽ തന്നെ പറഞ്ഞതും ലോകത്ത് പണ്ട് മുതലേ തർക്കമില്ലാതെ വരുന്നതുമാണ്. ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. രണ്ടാമത്തത്, ബറാഅത്തിന് പ്രത്യേകമായ ഒരു നിസ്കാരം, സ്വലാത്തുർ റആയിബ്, അത് ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് ഹദീസ് മൗദൂആണെന്ന് വിധിച്ച കാരണത്താൽ അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 2. മൂന്നാമത്തത്, ബറാഅത്തിന്റെ അന്ന് പ്രത്യേകം നോമ്പ് വന്ന ഹദീസ് ഫളാഇൽ അമാലിൽ സ്വീകരിക്കപ്പെടുന്ന അത്ര ദൗർബല്യമേ ഉള്ളൂ എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുമ്പോൾ അത് ജിദ്ദൻ ലഈഫാണ്, അങ്ങേയറ്റം ദുർബലമാണ്. അതുകൊണ്ട് ഫളായിലിന്റെ ബാബിൽ സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന ദൗർബല്യമല്ല, അതിനേക്കാൾ ദൗർബല്യമുണ്ട് എന്ന് വേറെ ചില പണ്ഡിതന്മാരും പറയുന്നത് കൊണ്ട് നോമ്പിന്റെ വിഷയത്തിൽ ഭിന്ന വീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഫത്താവൽ കുബ്ര, ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവൽ കുബ്രയില് അന്ന് ആ ദിവസം പരിഗണിച്ചുകൊണ്ടുള്ള നോമ്പല്ല സുന്നത്ത്, അയ്യാമുൽ ബീദിന്റെ നോമ്പാണ് സുന്നത്ത്. അതുകൊണ്ട് എന്തായാലും 15 നോമ്പ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. ബറാഅത്തിന്റെ ആവും പുണ്യമുണ്ട് എന്നും പറഞ്ഞു. എന്നാൽ അതേ ഫത്താവൽ കുബ്രയുടെ ഹാമിഷിൽ അടിച്ചു വരുന്ന, അഥവാ അതിന്റെ കൂടെ തന്നെ അടിച്ചു വരുന്ന കിതാബാണ് ഫത്താവൽ റംലി. ഫത്താവൽ റംലിയിൽ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ആ ഹദീസ് ഈ വിഷയത്തിന് തെളിവ് പിടിക്കാവുന്നതാണ്, അവലംബിക്കാവുന്നതാണ്. ഇതും കൊണ്ട് കുറെ ആൾക്കാർ ആകെ പ്രയാസത്തിൽ. ഇതിപ്പോ എന്താണ്, ഇബ്നു ഹസർ പറഞ്ഞു റംലി ഇങ്ങനെ, ഇബ്നു ഹസർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് എതിരാണ് സുന്നികൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിന് 2 അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 അഭിപ്രായവും നമ്മളെ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. അപ്പോ അതിൽ ഒരു
ആ പറ്റുമെന്ന് പറഞ്ഞവരുടെ അഭിപ്രായ പ്രകാരം അന്ന് ബറാഅത്തിന് നോമ്പുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കി ചെയ്താൽ അതും കുഴപ്പമില്ല. പറ്റൂല എന്നുള്ള അഭിപ്രായ പ്രകാരം ഈ ചെയ്താലോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും അതും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സുന്നികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഇമാമിനുണ്ടെങ്കിൽ എന്തേ പ്രശ്നം? ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾക്ക് ഒരു ഇൽമും കൂടി കിട്ടുമെന്നല്ലാതെ ഇപ്പൊ നോമ്പ് നോക്കുന്നവര് റംലി ഇമാമ് പറഞ്ഞതുപോലെ അത് പറ്റുമെന്നുള്ള അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നോമ്പ് നോറ്റു. നോമ്പില്ല എന്ന് പറഞ്ഞവരോ ഹൈത്തം റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അതിൽ എന്തായാലും ഇത് അല്ലാഹു റസൂൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് ലൈഫാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മുത്തുനബിയും പറഞ്ഞിട്ടില്ലല്ലോ. പണ്ഡിതന്മാര് അതിന്റെ ലൂഫ് എത്രത്തോളം കാഠിന്യമുണ്ട് എന്നതിൽ ചർച്ചയുണ്ട്. അതിപ്പോ രണ്ടാളും പണ്ഡിതന്മാരാണല്ലോ, രണ്ടാൾക്കും യോഗ്യതയുണ്ടല്ലോ. ഇപ്പൊ രണ്ടാള് പറഞ്ഞതിൽ ആരെങ്കിലും ഒരാളെ സ്വീകരിക്കുക, മറ്റുള്ളവരെ ആദരിക്കുക, അതാണ് എല്ലാത്തിനും നിയമം. അതുകൊണ്ട് ബറാഅത്ത് നോമ്പിന്റെ വിഷയത്തിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദീനിൽ പുതിയതായി ഉണ്ടാക്കിയാൽ അത് പുത്തൻ വാദമല്ലേ? അതെ, ദീനിൽ പുതിയതായി ഉണ്ടാക്കിയ പുത്തൻ വാദമാണ്. അതേ സ്ഥാനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞോ ഇല്ലയോ എന്ന് ചർച്ച വന്നാൽ ആ വാദത്തിന് എന്താ പറയാ സുഹൃത്തെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും ഇല്ലാന്നും രണ്ട് വീക്ഷണ വ്യത്യാസം വന്നാൽ അതിപ്പോ ഒരു പുതിയ വിഷയ. ബറാഅത്ത് നബി ചെയ്തോ എന്നാണ് ചോദ്യം. അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒന്നും തിരിയുന്നില്ല നിങ്ങൾക്ക്. അഭിപ്രായ വ്യത്യാസമുള്ളത് ഹദീസുകൾ വന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നോമ്പ് നോക്കാൻ പ്രത്യേകം നോമ്പിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ഈ ഇതിന് അവലംബയോഗ്യമാണോ അല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗം പണ്ഡിതന്മാര് അത് അയ്യാമുൽ ബീദ് അല്ലേ, അയ്യാമുൽ ബീദിന് നോമ്പുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതേ സ്ഥാനത്ത് ബറാഅത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അതിന് പറ്റുമോ എന്നതാണ്. ആ തെളിവിന് പറ്റുമെന്നും ഇല്ല എന്നുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോഴിങ്ങനെ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം വന്നാൽ ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അത് പണ്ടേ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു അഭിപ്രായത്തിനെതിരെ വേറൊരു സ്വഹാബി പഠിപ്പിച്ചതിന് ഒരാൾ സ്വീകരിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ശരിയാണ്, മറ്റയാൾ പഠിപ്പിച്ചതും ശരിയാണ്. ഒരാൾ ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് മറ്റയാൾ ആക്ഷേപിക്കലില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗവേഷണപരമായ വിഷയത്തെപ്പറ്റി നല്ല അവബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്തെ വിഷയങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാൻ കഴിയൂ. മുജാഹിദുകള് പലപ്പോഴും ചോദിക്കും, ഈ നബിയാമ് ശിർക്ക് പഠിപ്പിച്ച ആളാണോ എന്ന് ചോദിക്കുമ്പോ നബിയാമ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖബർ ശരീഫിന് സമീപം ചെന്നിട്ട് ശുപാർശ തേടാനും സഹായം തേടാനൊക്കെ പഠിപ്പിച്ചത് ശിർക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെ വാദം എന്താണ്? നബിയാമ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച എല്ലാം നിങ്ങൾ സ്വീകരിക്കുക, നബിയാമ് പഠിപ്പിച്ച ഈ ഷാഫിമാവ് പഠിപ്പിച്ച അങ്ങനില്ലേ ഇങ്ങനില്ലേ എന്നുള്ള ചോദിക്കും. ആ രണ്ട് വിഷയമാണ്. ഈ വിഷയത്തിൽ നബിയാമ് റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ വിഷയത്തിൽ അബദ്ധം പറ്റി എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബിയാമ് റളിയല്ലാഹു അൻഹു അവിടെ എന്താണ് ഒരു നിലക്കും അനുവദനീയമല്ലാത്ത പിഴവിൽ പെടുകയും നിങ്ങളുടെ ഭാഷയിൽ മുശ്രിക്കാവുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. അതേ സ്ഥാനത്ത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ നബിയാമ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു അഭിപ്രായവും ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹു വേറൊരു അഭിപ്രായം പറഞ്ഞാൽ ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാൾക്കും അതിന് യോഗ്യതയുണ്ട്, അങ്ങനെ പറയാവുന്നതാണ്, അങ്ങനെ പറയേണ്ടതാണ്. ഇമാം ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്, ഖുറത്തുൽ ഐൻ എന്നുള്ളൊരു കിതാബുണ്ട്. ആ കിതാബിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പണ്ഡിതന്മാര് ഗവേഷണപരമായ വിഷയത്തിൽ പണ്ഡിതന്മാര് അവർക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് പറയേണ്ടതാണ്. അപ്പോ വേറൊരാൾക്ക് അതല്ല സത്യമാണ്, അതല്ല ബോധ്യപ്പെട്ടതെങ്കിൽ അവർക്ക് അതും പറയാവുന്നതാണ്.